മുഖ്യമന്ത്രിയുടെ കാറിൽ താൻ കയറിയത് വലിയ അപരാധമായെന്ന് പറയുന്നവരുടെ ഉദ്ദേശശുദ്ധി മനസ്സിലാകുന്നുണ്ടെന്നാണ് വെള്ളാപ്പള്ളി നടേശന്റെ വിമർശനം. ഇന്നും നിലനിൽക്കുന്ന തൊട്ടുകൂടായ്മയുടെ വൃത്തികെട്ട മുഖമാണ് വെളിച്ചത്തു വന്നത്. ഉയർന്ന ജാതിയിൽപ്പെട്ടയാളോ ന്യൂനപക്ഷ വിഭാഗക്കാരനോ ആണെങ്കിൽ ഇങ്ങനെ ചർച്ചയുണ്ടാകില്ലെന്നും SNDP മുഖപത്രത്തിലെ ലേഖനത്തിൽ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു. വിജിൻ വായന്തോട് വിവരങ്ങൾ നൽകും. വിജിൻ, വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രി കാറിൽ കയറ്റിയത് വലിയ വിവാദത്തിന് തിരികൊളുത്തിയിരുന്നു. അതിലിപ്പോൾ ഒരു ജാതീയമായി, കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ തന്നെ അദ്ദേഹം പ്രതികരിച്ചതാണ്, അതിനെ ജാതീയമായ ഒരു വഴിക്ക് കൂടെ തിരിച്ചുവിട്ടുകൊണ്ടാണ് അദ്ദേഹം അതിനെ വിശദീകരിക്കുന്നത്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ തരത്തിലുള്ള ചർച്ചയും വിവാദവും ഒക്കെ ആയതാണ് മുഖ്യമന്ത്രി വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റുകയും അതിനുശേഷമുണ്ടായ സംഭവവികാസങ്ങൾ. മുഖ്യമന്ത്രി അതിനെ ന്യായീകരിക്കുകയും CPI അതിനെ എതിർക്കുകയും ഒക്കെ ചെയ്ത് നിലപാടെടുത്ത് രംഗത്തെത്തി. അതിനിടയിൽ വെള്ളാപ്പള്ളി തന്നെ പലതവണ ആ വിഷയത്തിലുള്ള മറുപടിയും വിമർശനവും ഒക്കെ ഉയർത്തുകയും ചെയ്തതാണ്. അതിനിടയിലാണ് ഇപ്പോൾ SNDP മുഖപത്രമായ യോഗനാഥത്തിൽ എഴുതിയ ഒരു ലേഖനത്തിൽ ഇക്കാര്യങ്ങളിൽ വിമർശനവും ഒപ്പം തന്നെ തന്റെ വാദവും ഉയർത്തുന്നത്. മുഖ്യമന്ത്രി കാറിൽ വെള്ളാപ്പള്ളിയെ കയറ്റിയത് എന്ത് വലിയ അപരാധമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് വെള്ളാപ്പള്ളി ഈ ലേഖനത്തിൽ ചോദിക്കുന്നത്. വലിയ അപരാധമെന്ന് പറയുന്നവരുടെ ഉദ്ദേശശുദ്ധി തനിക്ക് മനസ്സിലാകും എന്നുള്ളതും യോഗനാഥത്തിൽ എഴുതിയ ലേഖനത്തിൽ വ്യക്തമാക്കുന്നത്. ഇന്നും നിലനിൽക്കുന്ന തൊട്ടുകൂടായ്മയുടെയും വൃത്തികെട്ട മുഖമാണ് വെളിച്ചത്ത് വന്നിരിക്കുന്നത്. വെള്ളാപ്പള്ളി മുഖ്യമന്ത്രിയുടെ കാറിൽ സഞ്ചരിച്ചാൽ അവിടെ എന്ത് സംഭവിക്കാനാണ് എന്നുള്ളതും ഈ ലേഖനത്തിൽ ചോദിക്കുന്നുണ്ട്. ഉയർന്ന ജാതിയിൽപ്പെട്ട ആളോ അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളോ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടാകുമോ എന്നും ലേഖനത്തിൽ ചോദിക്കുന്നുണ്ട്. അപ്പോഴും വെള്ളാപ്പള്ളി ഈഴ വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് താൻ എന്നുള്ളത് കൊണ്ടാണ് തനിക്കെതിരായ വിമർശനം എന്നുള്ളതാണ് ഉയർത്താൻ ശ്രമിക്കുന്നത്. ഒപ്പം തന്നെ CPIക്ക് ഇക്കാര്യത്തിൽ മറുപടിയും നൽകുന്നുണ്ട്. CPIയുടെയും ഒപ്പം തന്നെ CPMന്റെയും ഇടതുമുന്നണിയുടെയും പ്രധാന വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് അവരുടെ പ്രവർത്തകർ ഉൾപ്പെടെ ഉള്ളവർ അത് പിന്നോക്ക വിഭാഗത്തിലും ഒപ്പം തന്നെ ഈഴ വിഭാഗത്തിലും പെട്ടവരാണ്. ആ തിരിച്ചറിവ് CPMനുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സമുദായത്തെ പരിഗണിക്കാൻ CPM തയ്യാറാകുന്നത്. പക്ഷേ CPI അതിന് തയ്യാറാകുന്നില്ല. ഇപ്പൊ നവ നേതാക്കൾ, അതായത് പുതിയ നേതാക്കൾ ഇക്കാര്യത്തിൽ വിമർശനം ഉന്നയിക്കുന്നത് ഇതൊന്നും മനസ്സിലാക്കാതെയാണ് എന്നുള്ള കാര്യമാണ് വെള്ളാപ്പള്ളി ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഒപ്പം തന്നെ കാറിൽ കയറ്റിയതിൽ തെറ്റില്ല എന്ന മുഖ്യമന്ത്രി വിശദീകരിക്കുന്നത് ന്യായീകരിക്കുകയും ചെയ്യുന്നുണ്ട്. CPIക്ക് വിമർശനം ഉയർത്തുകയും ചെയ്യുന്നുണ്ട്.